അമേരിക്കയുടെ വൻ ആക്രമണ പദ്ധതിയാണ് ഇറാൻ തകർത്തത്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം F-35 എന്ന 2 യുദ്ധവിമാനം ഇറാൻ തകർത്തതായി സ്ഥിരീകരിക്കപ്പെട്ടു. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് വെടികൊണ്ട വിമാനം തിരിഞ്ഞു പോയി എന്നുള്ളതാണ്. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് വെടികൊണ്ട വിമാനം തകർന്നിട്ടുണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. വ്യത്യസ്തമാണ് റിപ്പോർട്ട്. ഇനി ഔദ്യോഗികമായിരിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വരാനുള്ളത്. ഇപ്പോഴത്തെ നിലവിൽ അമേരിക്ക ആലോചിച്ച കാര്യം, ഖത്തറിൽ കൃത്യമായ രീതിയിലുള്ള ഒരു സമാധാന ചർച്ച നടക്കുന്നുണ്ട്. അത് ഏറെക്കുറെ പൂർത്തീകരണത്തിലേക്ക് എത്തും എന്ന് അമേരിക്കയുടെ ഭാഗത്ത് തന്നെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ ഒരു വിജയം ലോകത്തിന് കാണിച്ചുകൊണ്ട് കരാർ വ്യവസ്ഥയിൽ ഒപ്പിടുക എന്നുള്ള ഒരു കുരുട്ട് തന്ത്രമാണ് അമേരിക്ക പ്രയോഗിച്ചത്. അതുകൊണ്ട് ഈ കരാർ ഒപ്പിടുന്നതിൻ്റെ മുൻപ് യഥോവിധം ചെയ്യാൻ പറ്റുന്ന അത്രയും ആക്രമണം ഇറാനിൽ നടത്തുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡ്രോൺ ആക്രമണം നടത്തുന്നു. അതോടൊപ്പം തന്നെ F-35 യുദ്ധവിമാനം കൊണ്ട് ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തുന്നു. ആ ശ്രമം പോലും ഇറാൻ പരാജയപ്പെടുത്തി എന്ന് മാത്രമല്ല, കനത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങൾ അമേരിക്കയ്ക്ക് ഉണ്ടാതായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നു. ബോട്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അമേരിക്ക പറഞ്ഞ കാര്യം ഇങ്ങനെയായിരുന്നു: കടലുകളിൽ മൈനുകൾ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിച്ച ബോട്ടുകളെയും സൈനികർക്കും നേരെയാണ് തങ്ങൾ ആക്രമണം നടത്തിയത്. എന്നാൽ അത്തരൊരു സംഭവം തന്നെ ഇന്നലത്തെ ദിവസമോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടു. ഒരു സാറ്റലൈറ്റ് ചിത്രത്തിൻ്റെ അടിസ്ഥാനത്തിലും അത് സ്ഥിരീകരിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല എന്നുള്ള അഭിപ്രായം റഷ്യയുടെ ചില മാധ്യമങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ച് പറയുകയും ചെയ്തു. അപ്പോൾ കംപ്ലീറ്റ് കള്ളത്തരാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായി. അതോടൊപ്പം തന്നെ മുജ്തബ കമനിയുടെ വലിയ രീതിയിലുള്ള ഗൗരവപരമായിരിക്കുന്ന ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അത് വല്ലാത്ത ഞെട്ടലുണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ്. അദ്ദേഹം പറയുന്നു, ഇസ്രായേൽ അവസാന ഘട്ടത്തിലേക്കാണ്. ഇനി ഒരുപാടൊന്നും അവർക്ക് മുന്നേറാൻ വേണ്ടി സാധിക്കുകയില്ല. അതിൻ്റെ മുഹൂർത്ത ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അസ്തമന സൂര്യനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള പ്രയോഗം അദ്ദേഹം എക്സിൽ കുറിച്ചു. അതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തു. എന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നതിനെക്കുറിച്ചുള്ള വിശദീകരണ കാര്യങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ കമ്മിനായി ഒരു അഭിപ്രായം പറയണമെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ പിന്നാമ്പുറം എന്തെങ്കിലുമൊക്കെ ഉദ്ദേശ കാര്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഏറെക്കുറെ ഊഹിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ഗൗരവത്തിൽ വന്നിരിക്കുന്നു. അഥവാ 2ാം ഘട്ട യുദ്ധം ഇപ്പോൾ വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഏറെക്കുറെ പൂർത്തീകരണത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്ഥിരീകരണ റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്കിടെ ഇറാന് നേരെ ആക്രമണം നടത്തിയതിൽ വിരളി പൂണ്ടിരിക്കുകയാണ് ഇറാൻ. കാര്യം എന്ന് പറഞ്ഞാൽ സമാധാന വിഷയത്തിന് ഏറെക്കുറെ സഹകരിച്ച ഒരു രാജ്യമാണ് എന്നതിനാൽ ഈ ചർച്ച നടക്കുന്ന സമയത്ത് നിരന്തരം എന്ന തരത്തിൽ ആക്രമണം നടത്തുക എന്നുള്ളത് അവിടെ സ്ഥിരം പരിപാടിയാണ്. അതിപ്പോഴും നടത്തി എന്നുള്ളത് അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല. കരാർ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മധ്യസ്ഥ ചർച്ച ഇതിനാൽ പരാജയപ്പെടുമോ എന്ന് പോലും മധ്യസ്ഥർ ഇപ്പോൾ സംശയിക്കുന്നിടത്തേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഹോർമുസിന് നേരെയുള്ള വെടിവെപ്പ് അത് നിസ്സാരമായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയില്ല എന്ന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ പാർലമെൻറ്റ് അംഗം പ്രതികരിക്കുകയും ചെയ്തതോടുകൂടി അത് നിസ്സാരമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അമേരിക്കയ്ക്ക് ഇറാനിലെ ചില മിസൈൽ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമണം നടത്തണമെന്ന് മുൻപേ റിപ്പോർട്ടുണ്ടായിരുന്നു. ആ ഉദ്ദേശത്തോടനുബന്ധിച്ചാണ് ഒരു മധ്യസ്ഥ ചർച്ച എന്ന് പറയുന്ന സമയത്ത് ഏറെക്കുറെ ശാന്തമാവുകയും ഏറെക്കുറെ മീഡിയകളൊക്കെ അങ്ങോട്ട് റിപ്പോർട്ടിനെ തേടി പോവുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യം വരുന്ന സമയത്ത് ഇവിടെ ചർച്ചയല്ലാത്തൊരു സാഹചര്യത്തിൽ ആക്രമിക്കുക എന്നുള്ള കുരുട്ട് തന്ത്രമാണ് ഉപയോഗിച്ചത്. F-35 വെടിവെച്ച് തകർന്നിട്ടുണ്ടോ എന്ന കാര്യം സംശയിക്കുന്നു, തങ്ങളത് അന്വേഷിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ അമേരിക്കയുടെ ഭാഗമായിട്ട് പുറത്തു വരികയാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഇറാനിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായാൽ ഇപ്പോൾ ലെബനാൻ ആക്രമിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ നാശം ഉണ്ടാക്കുക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ആ തരത്തിലേക്ക് യുദ്ധം മാറുന്നൊരു ഘട്ടം വന്നാൽ അമേരിക്ക ആക്രമിക്കുക അറേബ്യൻ രാജ്യങ്ങളിലേക്കാണ്. അതുകൊണ്ട് അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ വല്ലാത്ത രീതിയിൽ ഒരു ആകാംക്ഷ ഉണ്ടായിരിക്കുന്നു. അവിടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് പ്രത്യേകമായിരിക്കുന്ന സൈനിക വിന്യാസത്തെ നിർത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന തരത്തിലൊക്കെയാണ് അറേബ്യൻ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ സൈനിക ബേസും കേന്ദ്രീകരിച്ചുകൊണ്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. അഥവാ ഇറാനെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്ക ആക്രമിക്കുക അറേബ്യൻ രാജ്യങ്ങളുടെ സൈനിക ബേസ്, അവർക്ക് എവിടേക്കാണ് സൈനിക ബേസ് ഉള്ളത് അവിടുന്ന് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ആക്രമിക്കുക. അങ്ങനെ ആ സമയത്ത് സ്വാഭാവികമായ രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം നടന്ന പോലെ തന്നെ ഇറാൻ തിരിച്ചടിക്കുക
ഈ പറയപ്പെട്ട അറേബ്യൻ രാജ്യങ്ങൾക്ക് നേരെയായിരിക്കും. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടും അറേബ്യൻ രാജ്യങ്ങൾ അനുഭവിക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചർച്ചാ സംബന്ധമായ കാര്യത്തിലേക്ക് നീക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമം നടത്തി. സൗദി അറേബ്യക്കാർ അതിലൊക്കെ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കളം മാറ്റി ചവിട്ടിക്കൊണ്ട് ചില പുതിയ നിർദ്ദേശങ്ങൾ, ഇതുവരെ ഇല്ലാത്ത നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അബ്രഹാം അക്കോർഡ് അംഗീകരിക്കണം എന്നുള്ളത്. അത് പാകിസ്ഥാനോട് വരെ പറഞ്ഞിട്ടുണ്ട്, തുർക്കിയോട്, അറേബ്യൻ രാജ്യങ്ങളോട്, ഇവരോട് എല്ലാവരും പറഞ്ഞിരിക്കുന്ന കാര്യം ഇസ്രായേലുമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന അബ്രഹാം അക്കോർഡ് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും അംഗീകരിക്കണം, അതിൻ്റെ കരാർ വ്യവസ്ഥയിൽ ഒപ്പിടണം, അങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. ഈ കാര്യം പറഞ്ഞതോടുകൂടി ഇപ്പോൾ ഇറാൻ അടക്കമുള്ള ഇറാൻ പുറത്തിറങ്ങുന്ന പത്രങ്ങൾ പറയുന്ന റിപ്പോർട്ട് മുൻപ് എങ്ങനെയായിരുന്നോ ഇറാൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഈ മുൻപ് ഇറാൻ്റെ പ്രസിഡൻ്റായിരുന്ന ഇബ്രാഹിം റൈസി എങ്ങനെയാണോ പറഞ്ഞു വെച്ചത്, ആ പറഞ്ഞു വെച്ചത് അക്ഷരം പ്രതി പ്രയോഗവൽക്കരിക്കുകയാണ് ഇപ്പോൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് അന്ന് തന്നെ നൽകിയിട്ടുണ്ട്. ആദ്യാദ്യ ഘട്ടത്തിൽ ഗസയ്ക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്ന ആ ഘട്ടത്തിൽ തന്നെ ഇബ്രാഹിം റൈസി പറഞ്ഞത് ഇസ്രായേലിൻ്റെ ശത്രുക്കൾ ആരാണോ അവരെ സഹായിക്കുകയും ഇസ്രായേലിനെതിരെ വലിയ രീതിയിലൊരു ഭീകര രാജ്യമാണ് എന്നൊരു പ്രസ്താവന പുറത്തുവിടുകയും വേണം. നിങ്ങൾക്ക് നേരെ വരും, നിങ്ങളുടെ അടുക്കളയുടെ ഭാഗത്താണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലും അമേരിക്കയും ഉള്ളത്, നിങ്ങളത് അറിയാത്തത് കൊണ്ടാണ്. നിങ്ങളെ മുട്ടി വിളിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരാണോ നിങ്ങൾ സംരക്ഷിക്കേണ്ടത് അവർ മാത്രമാണ് ലോകത്ത് നിങ്ങളുടെ ശത്രുക്കൾ. അതായത് അമേരിക്കയുടെ സൈനിക ബേസാണ് എല്ലാ അറബ് രാജ്യങ്ങളും ഉള്ളത്, അവർ തന്നെയാണ് ശത്രുക്കൾ. അവർ നിങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കില്ല. കാര്യം നിങ്ങളുടെ രാജ്യത്തുള്ള സൈനികപരമായിരിക്കുന്ന എല്ലാ സംവിധാനത്തെക്കുറിച്ചും ഈ സൈന്യത്തെക്കുറിച്ചും സൂക്ഷിക്കപ്പെട്ട ആയുധങ്ങളെക്കുറിച്ചും എല്ലാം കൃത്യമായ രീതിയിൽ ഏറെക്കുറെ അറിയുന്ന രാജ്യമാണ് അമേരിക്ക. അപ്പോൾ കൃത്യമായ രീതിയിലുള്ള ഒരു പരിഹാരം ഉണ്ടാവാത്തൊരു സാഹചര്യം ഖത്തറിൽ നിന്നുണ്ടാവുകയാണെങ്കിൽ ഇതൊരു മാരകമായിരിക്കുന്ന യുദ്ധത്തിലേക്ക് എത്തും എന്ന് മാത്രമല്ല, അറേബ്യൻ രാജ്യങ്ങൾക്ക് പുറമെ GCCക്ക് പുറത്തുള്ള അമേരിക്കയുടെ സൈനിക ബേസ് കേന്ദ്രീകരിച്ചു കൊണ്ടും തങ്ങൾ ആക്രമണം നടത്തും എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഇറാൻ പറഞ്ഞതോടനുബന്ധിച്ച് അവർ ആ പ്രവൃത്തി ചെയ്യും എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. വലിയ നാശനഷ്ടങ്ങളൊക്കെ ഇറാനിൽ ഉണ്ടാക്കിയിട്ട് വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇപ്പോൾ രണ്ട് വിഷയങ്ങൾ ഇതിൻ്റെ ഇടയിൽ തന്നെ വന്നിട്ടുണ്ട്. ഈ ആക്രമണം നടത്തിയത് ഇറാൻ മാത്രമായിരിക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ഇസ്രായേലിൻ്റെ കൂടി സഹായത്തോടു കൂടിയോ അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് അമേരിക്ക ചെയ്യിപ്പിച്ചതാണോ എന്ന തരത്തിലുള്ള സംശയം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതേക്കുറിച്ച് അന്വേഷിക്കുമെന്ന് ഇറാൻ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും യോജിപ്പിൻ്റെ മേഖല എത്തുന്ന സമയത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് അവർ ചെയ്യാറുള്ളതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുൻപ് വല്ലാത്തൊരു നാണം കെട്ടു സൈനികപരമായിരിക്കുന്ന ഒരു ശക്തി ഉണ്ടായത് കൊണ്ട് പോലും യഥാർത്ഥത്തിൽ ഇറാനെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നില്ല. ആ സാധിക്കാത്തതിൻ്റെ വിഷയം ഭാവിയിൽ മറ്റു ലോക രാജ്യങ്ങളും അമേരിക്കയ്ക്ക് നേരെ തിരിയാൻ സാധ്യതയുണ്ട്. അതിനപ്പുറമായ രീതിയിൽ അറേബ്യൻ രാജ്യങ്ങൾ ഏറെക്കുറെ അമേരിക്കയുമായിട്ട് അകന്നിരിക്കുന്നു. അവരുടെ സാമ്പത്തികപരമായിരിക്കുന്ന രീതികൾ, അവരുടെ സൈനികപരമായിരിക്കുന്ന ബലങ്ങൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ അമേരിക്ക പറയുന്നു എന്നുള്ളതും ഇടയ്ക്കിടയ്ക്ക് ഭീഷണിപ്പെടുത്തുന്നു എന്നുള്ളതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയമുള്ള കാര്യമാണ്. അപ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ കൂടി കൈവിട്ട് കഴിഞ്ഞാൽ പിന്നീട് അറേബ്യൻ രാജ്യങ്ങളുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകും എന്ന് ഏറെക്കുറെ ഉറപ്പായതിൻ്റെ അടിസ്ഥാനത്തിൽ അമേരിക്കയെക്കാണൊക്കെ മെച്ചം എപ്പോഴും ഇറാൻ തന്നെയാണ് എന്നിടത്തേക്ക് അറേബ്യൻ രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു. മുമ്പ് ഇറാൻ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൻ്റെ തുടർച്ച ഇപ്പോൾ ഉണ്ടാകുന്ന കാര്യം, ഖത്തറിനെ ആക്രമിച്ചു ഇസ്രായേൽ. അപ്പോൾ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ തന്നെയാണ് ആക്രമിച്ചത്. അപ്പോൾ ആ സമയത്ത് പ്രതിരോധിക്കാൻ വേണ്ടി അമേരിക്ക മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ സൈനിക ബേസ് അറേബ്യൻ രാജ്യത്ത് സ്ഥാപിക്കുക, അല്ലെങ്കിൽ അത് നിലനിൽക്കണം എന്ന് പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. മറ്റൊരു റിപ്പോർട്ടിനകത്ത് പറഞ്ഞത് ഖത്തറിലുള്ള അമേരിക്കയുടെ അബു ഉദൈദ എയർപോർട്ടിൽ നിന്ന് തന്നെയാണ് ഖത്തറിനെ ആക്രമിക്കാൻ വേണ്ടി ഇസ്രായേലിൻ്റെ വിമാനം പൊന്തിയത് എന്ന അഭിപ്രായം പുറത്തു വന്നിരുന്നു അന്ന്. പിന്നീട് അതേക്കുറിച്ച് ചർച്ചാ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, പിന്നെ അങ്ങനെ തേഞ്ഞു മാഞ്ഞുപോയി. അപ്പോൾ ഇതിൽ വളരെ എളുപ്പത്തിൽ അമേരിക്ക ആക്രമിച്ചു, അമേരിക്ക ഈ സൈനികർക്ക് നേരെ, ഇറാൻ്റെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തി, അല്ലെങ്കിൽ ബോട്ടിന് നേരെ ആക്രമണം നടത്തിയെന്ന് സിമ്പിളായ രീതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിനപ്പുറം ഇവിടെ ഒരുപാട് രീതിയിലുള്ള ഉദ്ദേശ കാര്യങ്ങളോട് കൂടി തന്നെയാണ് അമേരിക്ക നീങ്ങിയത് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ നിർണായകമാണ്, വളരെ നിർണായകമാണ്. ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന കണക്ക് പ്രകാരം F-35 2 യുദ്ധവിമാനം, പിന്നീട് അവരുടെ ഡ്രോൺ ആയിരിക്കുന്ന MQ-9 ഡ്രോണ് 3 എണ്ണം, ഇതാണ് തകർക്കപ്പെടുകയോ അല്ലെങ്കിൽ വെടികൊള്ളുകയോ അല്ലെങ്കിൽ നാശം സംഭവിക്കുകയോ ചെയ്തത്. അതിൽ ഈ ഡ്രോണ് തകർന്ന വിവരം ചിത്രങ്ങൾ പുറത്തു വന്നു. പക്ഷേ ഈ F-35 യുദ്ധവിമാനത്തിൻ്റെ ഈ ഏകദേശം വീഡിയോകളാണ് പുറത്തു വരുന്നത്.
വെടി കൊള്ളുന്നു അല്ലെങ്കിൽ ഇത് മിസൈൽ പായുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തോട്ട് വന്നിരിക്കുന്നത്. തകർന്നായിരിക്കുന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. ചിത്രങ്ങൾ ഇറാൻ തന്നെ പ്രസിദ്ധീകരിച്ചെങ്കിൽ മാത്രമേ ലോകം അറിയൂ എന്നുള്ളത് ഉറപ്പാണ്. മാത്രമല്ല അതിന് ശേഷം അമേരിക്കയുടെ യുദ്ധക്കപ്പലിന് നേരെ നിരന്തരം എന്ന തരത്തിൽ ഇറാൻ്റെ ഭാഗത്തുനിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അത് റിപ്പോർട്ടായിട്ട് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ നിസ്സാരമായിരിക്കുന്ന ഒരു അക്രമം ആ നിസ്സാരമായ രീതിയിലുള്ള അക്രമത്തോടു കൂടി അവസാനിച്ചിട്ടില്ല. അതിന് തുടർച്ചയുണ്ടായിരുന്നു. ഇറാൻ പിന്തുടർന്നിരുന്നു, ഇറാൻ ആക്രമിച്ചിരുന്നു, നാശങ്ങൾ നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം തുടർന്ന് പോവുക എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല എന്ന് പറയുന്ന ഒരു പ്രയോഗമോടാണ് ഈ മുജ്തബ അലി ഖംനായി എന്ന ഇറാൻ്റെ ആത്മീയ നേതാവിൽ നിന്ന് പുറത്തു വന്നത്. ഇസ്രായേലിൻ്റെ അവസാന ഘട്ടം തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ആരംഭ ദിശയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വല്ലാതൊന്നും ലക്ഷ്യത്തിലേക്ക് എത്തുകയില്ല, വല്ലാതൊന്നും അത് സ്വരൂപിക്കുന്ന രീതിയിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത് എന്ന് മുജ്തബ ഖംനായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെയോ ഉദ്ദേശ കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.